ഹലോ, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഒരു വീട് ചെയ്തെടുക്കാമെന്ന് ആലോചിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? വീട് പണി തൊടാൻ ആഗ്രഹിച്ചിട്ട് ബഡ്ജറ്റ് കൂടുമെന്ന് വിചാരിച്ച് കയ്യിൽ പൈസ ഇല്ലാതെ ആലോചിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞൊരു വീടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത വീടാണ്. എൻ്റെ വീട് സ്വന്തം വീടാണ്. ഞാൻ പാലക്കാട് ജില്ലയിലാണ്, പുതുശ്ശേരി. അപ്പോൾ ഇതൊരു 1200 സ്ക്വയർ ഫീറ്റ് വീടാണ്. സ്ഥലം എന്ന് വെച്ചാൽ 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഞാനത് പരമാവധി ഈ താഴെ ഒരു ബെഡ്റൂമുള്ളൊരു പ്ലാനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങും ഗാർഡനിങ്ങും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൗകര്യത്തിന് നമുക്ക് സ്ഥലം കിട്ടും. മറ്റേത് 2 ബെഡ്റൂമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ സ്ഥലം അത് ഫുൾ കവറായി നിൽക്കുമായിരുന്നു 4 സെൻറ്റ്. അപ്പോൾ ഞാനൊരു വാട്ടർ ടാങ്ക് ചെയ്തിട്ടുണ്ട്, 6000 ലിറ്റർ. അതൊക്കെ മസ്റ്റാണ്. കുടിവെള്ളം മുട്ടരുതല്ലോ. വീട് കെട്ടുന്ന സമയത്ത് കിണർ കുഴിച്ചാണ് പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടുന്ന ഏരിയയാണത്. അതൊരു ബേ വിൻഡോ ആണ് മുകളിൽ കാണുന്നത്. ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് GI പൈപ്പ് വെച്ച് തന്നെയാണ്, ചിലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതിൻ്റെ ഡോർസ്, വിൻഡോസ് എല്ലാം മെറ്റൽ തന്നെയാണ്. അടുത്തുള്ള കമ്പനി ഉണ്ട് ഇവിടെ, ഇതിനുള്ള സപ്ലൈ പുതുശ്ശേരി ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അറിയാലോ. അത് അവർ തന്നെ കൊണ്ട് സപ്ലൈ ചെയ്ത ഡോർസ് മെറ്റൽ ഡോർസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും പരിചയമായി കാണും. കാരണം നൊസ്റ്റാൾജിക്ക് എന്ന് പറഞ്ഞിട്ട് മരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെതൽ കൊണ്ടുപോകുമ്പോൾ നൊസ്റ്റാൾജിയൊന്നും കാണില്ല. 4:2 ടൈലാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിനൊക്കെ. സെയിം ടൈൽ തന്നെയാണ് നമ്മൾ ബാത്റൂമിനകത്തും 4:2 ഈ ടൈൽ തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള ടൈലും കൂടെ വെച്ച് മാച്ച് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂം വരുന്നത് ഏത് പോർഷനാണെന്ന് വെച്ചാൽ ഈ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് സ്പേസാണ് നമ്മൾ ബാത്റൂം ആക്കിയിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസ് അടി മൊത്തം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കിച്ചണിൽ നമ്മൾ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അടിഭാഗം ഒരു ചെറിയ റൂമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേയധികം സാധനങ്ങൾ അതിനകത്ത് കയറ്റി വയ്ക്കാം. ഞാൻ ആ അപ്പുറത്തെ സൈഡും കൂടെ മറിച്ചിട്ട് ഇപ്പുറത്തെ ഡോർ വെച്ച് അലുമിനിയം ഫാബ്രിക്കേഷൻ അവർ ഡോർ വെച്ച് തന്നു. അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് കിച്ചൺ മൊത്തം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ കബോർഡ്, വാർഡ്രോബ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ബുക്ക് ഷെൽഫ് എല്ലാം കൂടെ ഒരു 1,00,000 താഴെ, ഒരു 80,000 ആ റേഞ്ചിലേ ആയിട്ടുള്ളൂ എനിക്ക് ഈ സെറ്റ് മുഴുവൻ ചെയ്തെടുക്കാൻ. ഫെറോ സിമെൻറ്റ് ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫെറോ സിമെൻറ്റ് ഉൾപ്പെടെ അത്രേ ആവുള്ളൂ. നമ്മൾ പേടിക്കുന്ന ചിലവൊന്നും ആവില്ല. 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രേ ചിലവ്. ഈ വാർഡ്രോബാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ബെഡ്റൂം ഡോറുകളൊക്കെ 2,500 3,000 ആ റേഞ്ചിൽ കിട്ടും. അപ്പോൾ അതൊക്കെ അത്രയുള്ള സാധനങ്ങളുണ്ട്. അത് വെച്ച് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ടൈൽസ് വഴുക്കാതിരിക്കാൻ ഇതിൻ്റെ ബിറ്റ് കിട്ടും, കലൻസിൽ നിന്ന് ബിറ്റായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്രിപ്പുള്ള ടൈല സ്റ്റെപ്പിന് യൂസ് ചെയ്തിരിക്കുന്നു. വയസ്സായ ആൾക്കാരൊക്കെ വരുമ്പോഴും തുടയ്ക്കുന്ന സമയത്തൊക്കെ വഴുക്കാതിരിക്കാനും ഒക്കെയാണ്. സ്റ്റെയർ കേസ് ലാൻഡിങ് സ്പേസിൽ നമ്മൾ വിൻഡോ വെച്ചിട്ടില്ല. അതിന് പകരം ഇങ്ങനെ ചെറിയ ഗ്യാപ്പ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഷോയ്ക്ക് വയ്ക്കാം. മുകളിൽ പർഗോളതിന് പകരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെളിച്ചമാണ് എല്ലായിടത്തും. താഴെ ഹാളുകാരിക്കെത്തും അതിൻ്റെ വെളിച്ചം. എല്ലാ വിൻഡോസും വലുതാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് വെളിച്ചം ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. 5 പാളി ജനലാണത്, വലിയ ജനലാണ്. അപ്പോൾ ഈ ജനലുകളും ഇതിൻ്റെ കിച്ചണിൻ്റെ ഒരു സേഫ്റ്റി ഡോറുണ്ട്. പിന്നെ മുകളിലേക്ക് പുറകിലേക്കുള്ളൊരു സേഫ്റ്റി ഡോറും. ഇതെല്ലാം കൂടെ ഒരു 1,50,000 മുകളിൽ ആണ് ആയിട്ടുള്ളത്. വിൻഡോസും ആ 2 ഡോറും എല്ലാം ഉൾപ്പെടെ. ആ മെയിൻ ഡോറും ഇതും കൂടെ 60,000 രൂപ ആയിട്ടുണ്ട് ഏകദേശം. അതാണ് കൂടിയ ബഡ്ജറ്റിൻ്റെ. ഈ 2 സാധനത്തിന് അത്രയും രൂപയായി. ഒന്ന് താഴെ പുറത്തേക്ക് ബാൽക്കണിയിൽ താഴെ ഗ്രിപ്പുള്ള ടൈൽ തന്നെയാണ്, വുഡൻ ടൈൽ തന്നെയാണ് കിച്ചണിലും താഴെ പതിച്ചിരിക്കുന്നത്. പുറകു വശത്തും വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. ഇതുപോലെ കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലത്തും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ഈ കൈവരികളൊക്കെ നമ്മൾ GI പൈപ്പ് ഉപയോഗിച്ച് ചെയ്ത് തന്നെയാണ്. ഏകദേശം ഒരു 18 രൂപ 20 രൂപയോളം ആയിട്ടുണ്ട് ഈ സ്റ്റെയർ കേസും ഈ കൈവരികളും എല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മുകളിലത്തൊരു ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം. മൂന്ന് ബെഡ്റൂം ഉണ്ടെന്നെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ അടിപിടി കൂടുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഈ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഞാനൊരു 2 അടി മെയിൻ വാർപ്പ്, മുകളിലത്തെ വാർക്കുമ്പോൾ 2 അടി പുറത്തേക്ക് തള്ളിയിട്ട് ഈ ബാത്റൂമിൻ്റെ സ്ഥലം കൂട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും സ്ഥലം ബെഡ്റൂമിൽ നമുക്ക് കൂട്ടിക്കിട്ടും. ഈ വാഷ് ബേസിൻ, സിങ്ക്, ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് എടുത്തത്. നല്ല സാധനങ്ങളാണ്. 3500 രൂപയുള്ളൂ ഈ ക്ലോസറ്റൊക്കെ. 200 രൂപ ഇങ്ങനെ. ഈ ടാപ്പുകളൊക്കെ 200 രൂപയുള്ളൂ. സ്റ്റീലിൻ്റെ ഇതൊക്കെ 100 രൂപ. അങ്ങനെ ആ റേഞ്ചിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടും, വളരെ ചീപ്പായിട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഏത് കടയിൽ പോയാലും, ഈ സാധനങ്ങൾ വിൽക്കുന്ന ഏത് കടയിൽ പോയാലും നമുക്ക് ചീപ്പായിട്ട് കിട്ടും. 1-2 കടയിൽ അന്വേഷിച്ചിട്ട് പോകുന്നവരുണ്ടെങ്കിൽ എടുക്കുന്നത് നന്നായിരിക്കും. ഇത് മുകളിൽ തന്നെ ഒരു കൊച്ചു ബെഡ്റൂമാണിത്. സ്റ്റഡി റൂം അങ്ങനെയൊക്കെ ആക്കാം, ബെഡ്റൂം ആണെങ്കിൽ ആക്കാം. അതിലും അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസൊക്കെ ഇതിലും വലിയ നീളമുള്ള വിൻഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വെളിച്ചത്തിന് കുറവൊന്നുമില്ല. ഇവിടെ ലൈറ്റൊന്നും ഇടേണ്ട കാര്യമില്ല പകൽ. ഇത് ബാക്കിലേക്കുള്ള ഡോറാണ്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനും തുണി ഉണങ്ങാനിടാനും ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഭാഗത്ത് തന്നെയാണ്. അതും GIയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പുറകുവശത്തൊക്കെ നിറയെ വീടുകളുള്ള സ്ഥലമാണത്. കണ്ടോ, അതിൻ്റെ വെളിച്ചം നമുക്ക് ആ വിൻഡോൻ്റെ ചിലവ് പകുതിയാവുള്ളൂ നമുക്ക് ആക്ച്വലി. ഈ പർഗോള സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വിൻഡോ വെച്ചിരുന്നെങ്കിൽ നമുക്ക് മിനിമം 7500 രൂപ വിൻഡോയ്ക്കും പിന്നെ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം നമ്മൾ അടിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. കരാറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കരാറാണ് കൊടുത്തത്. അതാകുമ്പോൾ നമ്മൾ കാശുണ്ടാകുമ്പോൾ ഓരോ സ്റ്റെപ്പ് തീർത്ത് വെച്ചാൽ മതിയല്ലോ, ഒന്നും ബേസിലാണ്. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇടാം.